ഈ മാഷ് ഒരു പ്രത്യേക ടൈപ്പാണല്ലേ മോഹൻദാസേ? അതെന്താ അങ്ങനെ തോന്നാൻ? ഒന്നുമില്ല, പുള്ളിക്കൊരു 40-40 വയസ്സായിട്ടുണ്ടാവും അല്ലേ? 40? ഹേയ്, ഒരു 31-32 വയസ്സേ ഉണ്ടാവും. അത്രേ ഉള്ളൂ? അത്രേ ഉള്ളൂ. പക്ഷെ കണ്ടാ അത് കൂടുതൽ തോന്നിക്കും. ചിലപ്പോ അയാളുടെ ആ ഒരു പഴഞ്ചൻ സ്റ്റൈൽ കൊണ്ടായിരിക്കും അല്ലേ? പഴഞ്ചനൊന്നല്ല ദാസേട്ടൻ, ഒരു പക്വത എന്ന മനുഷ്യനാണെന്ന് മാത്രമേ ഉള്ളൂ. കോളേജിലൊക്കെ പഠിക്കുമ്പോ ആരായിരുന്നു ദാസേട്ടൻ? ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോ ദാസേട്ടൻ MA ആയിരുന്നു. ദാസേട്ടന്റെ കവിത എന്ന് പറഞ്ഞ പെൺകുട്ടികൾക്കൊക്കെ ഒരു ഹരമായിരുന്നു. അപ്പോ പുള്ളിക്കാരനും ഏകദേശം എന്നെ പോലെ തന്നെ ആയിരുന്നു എന്നുവെച്ചാ? ഞാനത് പറഞ്ഞിട്ടില്ല അല്ലേ? ഇല്ല. ഒരു കാലത്ത് എന്റെ കവിതകൾ പാടി നടക്കുക എന്ന് പറയുന്നത് കോളേജിലെ പെൺകുട്ടികൾക്കിടയിൽ ഒരു ഫാഷനായിരുന്നു. നിമിഷകവി എന്നൊരു പേരും കിട്ടി. എന്നിട്ട് ഇപ്പൊ എഴുതാറില്ലേ? എന്തെങ്കിലും തൊഴിലും പണിയുള്ളവർക്ക് ഇതൊക്കെ കൊണ്ടു നടക്കാൻ പറ്റുമോ? ഈ കവിത എഴുതുന്നവരൊക്കെ ഒരുതരം ദരിദ്രവാസികളാ. അപ്പോ ദാസേട്ടനൊക്കെ ആ ഗ്രൂപ്പാണെന്നാ പറയുന്നത്? എന്നല്ല, പുള്ളിക്കാരനെ പറ്റിയല്ല, പൊതുവെ. ഹലോ, അലവലാദികളാ, എപ്പ കണ്ടാലും കാശ് ചോദിക്കും. അവിടെ കുട്ടി വെക്കും. നല്ല പാർട്ടീസാ, എപ്പ വന്നാലും വീട്ടിലുണ്ടാവില്ല. എപ്പോ വന്നു? എത്ര പ്രാവശ്യം വന്നു? ആ ഡെപ്പോസിറ്റ് കൊണ്ടായിരിക്കും വന്നത്. അന്ന് റോഡിൽ വെച്ച് കണ്ടപ്പോ താനെന്താ മിണ്ടാതെ പോയത്? എന്ന് ഒരു ചരക്കിനെ അഡ്ജസ്റ്റ് ചെയ്ത് ഓട്ടോ കയറി പോയില്ലേ? എന്ത് പോക്കാണ് സാർ അന്ന് പോയത്? കണ്ടാ മിണ്ടാതിരിക്കുവോ? പിന്നെ ഇറ്റാച്ചിയുടെ കാര്യം എന്തായി? ഇറ്റാച്ചും അവിടെ കേട്ടോ, വാങ്ങിച്ചെന്റെ കാശ് കൊടുക്കണോ? നിങ്ങൾ വാങ്ങിക്കാത്ത എന്റെ കുഴപ്പം കൊണ്ടാണ്. എവിടെ ചെന്ന് വാങ്ങിക്കാൻ? എന്താ സാർ അന്ന് തന്ന അഡ്രസ്സിൽ ഒരു ഡോക്ടറാണല്ലോ താമസിക്കുന്നത്. വീട് മാറിയാൽ ഞാൻ പറഞ്ഞില്ലല്ലേ? ഇല്ല. അഡ്രസ് തരാം. ജോസേട്ടാ, ഒരു കാര്യം, ആ അവിടെ നിൽക്ക്. ഉടനെ പുറകെ വലതു. ജോസേട്ടാ, ഞാൻ പല പ്രാവശ്യം കാശും കൊണ്ട് അവിടെ വന്നതാ. എന്താ കയറിയെന്നറിയോ? ദൈ കഴിവരുടെ അവിടെ ഉള്ളതുകൊണ്ടാ. എപ്പ കണ്ടാലും കാശ് വേണം, പണി വേണം. എന്തിനാ അവനെ കൂടെ താമസിപ്പിച്ചിരിക്കുന്നത്? എന്ത് ചെയ്യാനാ സാറേ? ഒരു കാര്യം ചെയ്യാം, നാളെ പൈസ കൊണ്ടുവരാം. പക്ഷെ ഒരു കാര്യം, യവൻ അവിടെ കാണരുത്. മനസ്സിലായാലും? എന്താ പറഞ്ഞു? പണിയൊന്നും ആയില്ലേ? തനിക്ക് വല്ലതും ആയോ? ശരി സാർ, പറഞ്ഞ പോലെ. ഓക്കെ.